കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു വിധവ എലീശ പ്രവാചകനെ സമീപിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു. തൻ്റെ ഭർത്താവിന് കടം കൊടുത്തവൻ തൻ്റെ 2 മക്കളെയും അടിമകളാക്കിയിരിക്കുന്നു. എലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, 1 ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എലീശ പറഞ്ഞു, ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിച്ച് അതിലേക്ക് എണ്ണ പകരുക. സ്നേഹമുള്ളവരെ, അവൾ ഓരോ പാത്രത്തിലായി എണ്ണയൊഴിച്ചു. ഓരോ പാത്രം നിറയുമ്പോഴും അടുത്ത പാത്രത്തിലേക്ക് എണ്ണ ഒഴുകിക്കൊണ്ടേയിരുന്നു. എലീശ പറഞ്ഞു, ഈ എണ്ണ വിറ്റ് കടങ്ങൾ വീട്ടി നീയും നിന്റെ കുടുംബവും സമാധാനത്തോടെ ജീവിക്കുക. വിധവയുടെ കടങ്ങൾ മാറുവാൻ, കഷ്ടപ്പാടുകൾ മാറുവാൻ ദൈവം ഉപയോഗിച്ചത് അവളുടെ ഭവനത്തിൽ അവശേഷിച്ചിരുന്ന 1 ഭരണി എണ്ണ മാത്രമായിരുന്നു. സ്നേഹമുള്ളവരെ, വിധവയുടെ എണ്ണ ഓരോ പാത്രങ്ങളിലായി ഒഴുകി മാറുമ്പോൾ വിധവയുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തോടുള്ള ബന്ധവും പകർന്ന് അതിൻ്റെ ഒഴുക്ക് നിലയ്ക്കാതെ നമ്മുടെ തലമുറകളിലേക്ക് വ്യാപിക്കട്ടെ. നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയാകുന്ന ആയുധമുണ്ടോ? വിശ്വാസമാകുന്ന വടിയുണ്ടോ? നമ്മുടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ ദൈവം അത് ഉപയോഗിക്കും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്ന് അത് പരിഹരിച്ചിരിക്കും. വിശ്വാസം പടർന്നു പന്തലിക്കട്ടെ. അത് ദുഷ്ടന്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ, ദൈവത്തിന്റെ കരുത്ത് തെളിയിക്കുവാൻ കാരണമാകട്ടെ. ദൈവം സർവശക്തനാണ്. അവിടുന്ന് തലയൊന്ന് ചരിച്ചാൽ മതി, ഭൂമി പോലും വിറകൊള്ളും. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ കർത്താവിന് കൊടുക്കും. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. ഓ എൻ്റെ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കും. ആഴത്തിലെന്നോടും ഇടപെടണേ കർത്താവേ, അങ്ങ് ഇടപെടണമേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആമേൻ. ആഴത്തിലെന്നോടും ഇടപെടണേ യേശുവേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ഓ എൻ്റെ യേശുവേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനായി ഞാൻ ദാഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിക്കണമേ. മണ്ണീർത്തോടിന കാക്ഷിക്കുമ്പോൾ
ഞാൻ നിന്റേതാണല്ലോ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളെ ഒരു നല്ല പാത്രമാക്കി മെനയണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഓ എൻ്റെ യേശുവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ കടന്നു വരുന്നു. ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ഓ എൻ്റെ യേശുവേ, പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, യേശുവേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് അവിടുത്തെ സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.